പഴയ ലാക്പോർട്ടിലെ ടിക്കറ്റിനെ കുറിച്ച് മിസ്റാവ് ചെയ്ത വീഡിയോയ്ക്കുള്ള എൻ്റെ പ്രതികരണത്തിന് നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും ഒരുപാട് കമൻസ് വന്നിരുന്നു. പോർട്ടുകാരെ സപ്പോർട്ട് ചെയ്യാനോ റോഷനോടോ മാധവ് ഹുസൈനോടോ ഉള്ള ദേഷ്യം കൊണ്ടല്ല ഞാൻ ആ വീഡിയോ ചെയ്തത്. മിസ്റാവിൻ്റെ വീഡിയോ വന്ന ശേഷം പഴയ വെബ്സൈറ്റിൽ ഇപ്പോഴും ടിക്കറ്റ് അവൈലബിൾ ആണെന്നും അതെടുത്തുകൊണ്ട് ഒരു വിഭാഗം ആളുകൾ യാത്ര ചെയ്യുന്നുണ്ട് എന്ന രീതിയിലുമുള്ള ആശങ്ക പലരിലും ഉണ്ടായിട്ടുണ്ട്. എന്നോട് തന്നെ പലരും വിളിച്ച് ചോദിച്ചിട്ടുണ്ട്, പഴയ വെബ്സൈറ്റിൽ ടിക്കറ്റ് അവൈലബിൾ ആണല്ലോ, അതെടുത്തുകൊണ്ട് പോയാൽ യാത്ര ചെയ്യാൻ പറ്റുമോ എന്ന്. അപ്പോൾ എന്നെ ശ്രവിക്കുന്ന ആളുകളുടെ ഇത്തരം ആശങ്ക മാറ്റുന്നതിന് വേണ്ടിയാണ് ഞാൻ ആ വീഡിയോ ചെയ്തത്. മിസ്റാവ് പോയി ആ ദുരന്തം വെബ്സൈറ്റിലെ ടിക്കറ്റും കാണിച്ച് ആ വീഡിയോ ചെയ്യുന്നതിന് കാലങ്ങൾക്ക് മുമ്പ് തന്നെ ഇവിടുത്തെ പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റും അതിൻ്റെ സിസ്റ്റവും തകരാറിലാണ്. അത് ഞാനും നിങ്ങളും വളരെ ചെറുപ്പം മുതൽ കണ്ടും കേട്ടും വളർന്നവരാണ്. ഹാൻഡ് റെസിപ്റ്റ് എഴുതി കപ്പൽ ടിക്കറ്റ് കൊടുത്തിരുന്ന ആ കാലം മുതൽ കോടികൾ മുടക്കി ഉണ്ടാക്കിയ IRCTCയിൽ ടിക്കറ്റ് അടിക്കുന്ന ഈ കാലം വരെയും ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ലക്ഷദ്വീപിലെ ജനങ്ങളെ പോർട്ട് ഡിപ്പാർട്ട്മെന്റ് വഞ്ചിക്കപ്പെട്ടിട്ടുണ്ട്. അതാർക്കും നിഷേധിക്കാൻ കഴിയാത്ത സത്യമാണ്. ഇവിടെ ഒരു കപ്പലിൻ്റെ ടിക്കറ്റ് റിലീസാകുമ്പോൾ അതിൽ എത്ര ടിക്കറ്റ് ജനറൽ പബ്ലിക്കിന് കിട്ടുന്നുണ്ടെന്നോ എത്ര ടിക്കറ്റ് പോർട്ടുകാർ എടുക്കുന്നുണ്ടെന്നോ യാതൊരു കണക്കുമില്ല. EQ ടിക്കറ്റിന് 50% വരുന്ന വരുത്തന്മാർ കൊണ്ടുപോകും, 48% പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റും ബ്യൂറോക്രാറ്റുകളും അവരുടെ ബന്ധുക്കളും കൊണ്ടുപോകും, 2% ജനറൽ പബ്ലിക്കിന് കിട്ടും. നീഡ് 3 ടിക്കറ്റ് എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ടിക്കറ്റ് വീട്ടിലെത്തുന്ന ഫ്യൂഡൽ തമ്പ്രാക്കന്മാരുണ്ട്. ഇവിടെ മെഡിക്കൽ സർട്ടിഫിക്കറ്റും ഹോൾ ടിക്കറ്റും എല്ലാം വെച്ച് അപ്ലൈ ചെയ്തിട്ട് പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തിണ്ണനിറങ്ങിയാലും ടിക്കറ്റ് കിട്ടാത്ത സാധാരണക്കാരും ഈ നാട്ടിലുണ്ട്. അപ്പോൾ പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഇത്തരം ഒരുപാട് നീതികേടുകൾക്ക് നേരിൽ ചെന്ന് പ്രതികരിച്ചും പ്രതിഷേധിച്ചും വളർന്നു വന്നവനാണ് ഞാൻ. അതുകൊണ്ട് വാട്സപ്പ് ഇൻസ്റ്റാഗ്രാം വിപ്ലവകാരികൾ പറയുന്നത് പോലെ പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രതിനിധിയാവാൻ തൽക്കാലം എനിക്ക് സൗകര്യമില്ല. ഇനി എനിക്ക് പറയാനുള്ളത് റോഷനോടാണ്. ഷക്കീലിനോടോ മറ്റുള്ളവരോടോ വ്യക്തിപരമായിട്ട് എന്തെങ്കിലും ദേഷ്യമുണ്ടെങ്കിൽ അത് പോയി തീർത്തോ, അതിലെനിക്ക് യാതൊരു പ്രശ്നവുമില്ല. പിന്നെ പണ്ട് പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റിനെതിരെ ടിക്കറ്റിനും കൺവെൻസിനും വേണ്ടിയൊക്കെ എറണാകുളത്തും ബേപ്പൂരിലും പോരാടി പോലീസിൻ്റെ തല്ല് വാങ്ങിയ കാലത്തും ഞാൻ റോഷൻ്റെ കൂടെ ഉണ്ട്. അതിനുശേഷം ഒരുപാട് കച്ചറയ്ക്കും അലമ്പിനും എല്ലാത്തിനും ഞാൻ റോഷൻ്റെ കൂടെ ഉണ്ട്. അവസാനം രോഗിക്ക് ഇവാക്വേഷൻ നിഷേധിക്കപ്പെട്ട് സമയത്ത് ഡോക്ടറെ തടഞ്ഞു വെച്ചപ്പോഴും ഞാൻ റോഷൻ്റെ കൂടെ ഉണ്ട്. അന്നുണ്ടായിരുന്ന നെട്ടലിന് ഇപ്പോഴും വളവൊന്നും സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് 90% ആൾക്കാർ വിശ്വസിക്കുന്ന അസത്യത്തോടൊപ്പം നിന്ന് കയ്യടി വാങ്ങിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. 10% ആളുകളാണ് സത്യത്തോടൊപ്പം ഉള്ളതെങ്കിൽ അതിനോടൊപ്പം നിൽക്കാൻ ശ്രമിക്കുക. അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ബായ്.